പ്രസ്ഥാനത്തിന് ഒരു പോറൽ പോലും ഏൽക്കാൻ സമ്മതിക്കില്ല. CPM വാരിക്കുഴിയിൽ വീണുവെന്ന് സതീശൻ. ചില തീരുമാനങ്ങൾ ചങ്കുപൊട്ടിയെടുക്കുന്നതാണെന്ന് VD സതീശൻ. പ്രസ്ഥാനത്തിന് ഒരു പോറൽ പോലും ഏൽക്കാൻ സമ്മതിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ്. രാഹുലിനെതിരെ നടപടിയെടുത്തതോടെ CPM വാരിക്കുഴിയിൽ വീണു. സ്ത്രീകൾ നൽകിയ പരാതികൾ AKG സെന്ററിൽ മാറാല പിടിച്ചു കിടക്കുന്നു. രാഹുലിനെതിരെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത തീരുമാനമാണ് എടുത്തത്. പരാതി വന്ന ഉടനെ DGPക്ക് കൈമാറി. അതാണ് CPM-ഉം കോൺഗ്രസുമായുള്ള വ്യത്യാസം. UDF ഉജ്ജ്വലമായി തിരിച്ചുവരുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സർക്കാരിനെ ജനങ്ങൾ വെറുത്തു. 4 റൗണ്ട് പ്രവർത്തനം നടത്തി. ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട സെറ്റ് ചെയ്തത് പ്രതിപക്ഷമാണ്. ജനങ്ങൾ കോടതിയാകും. സർക്കാരിനെ വിചാരണ ചെയ്യും. ശബരിമല വിഷയം ചർച്ചയാകും. കേരളം ഇതുവരെ കാണാത്ത വലിയ കണക്കണിയിൽപ്പെടുത്തി. UDF കുറ്റപത്രത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും സതീശൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രധാന CPM നേതാക്കളായ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലായിട്ടും അവർക്കെതിരെ നടപടിയെടുക്കില്ല എന്ന വാശിയിലാണ് CPM എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അയ്യപ്പന്റെ സ്വർണം കവർന്ന കേസിൽ SIT അന്വേഷിച്ച് തെളിവുകൾ ഹാജരാക്കിയതിനെ തുടർന്ന് ജയിലിൽ കിടക്കുന്ന, കോടതി ജാമ്യം നിഷേധിച്ച പ്രതികൾക്കെതിരെ പോലും നടപടിയെടുക്കാത്ത പാർട്ടിയാണ് CPM എന്നും അദ്ദേഹം വിമർശിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SIT-യുടെ മീതെ അതിശക്തമായ സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെലുത്തുന്നുണ്ടെന്നും സതീശൻ ആരോപിച്ചു. പരമാവധി വൈകിപ്പിക്കാനേ പറ്റുകയുള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യരുത് എന്ന സമ്മർദ്ദം SIT-ക്ക് മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെലുത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.